ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സാണ് ജീവിതം എന്ന വാക്യം എത്ര ശരിയാണ്. ഇന്ന് നമുക്ക് ഗീതയിലൂടെ ഓരോ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സ് എല്ലാ നിമിഷവും വളരെ ശാന്തമായി ജാഗ്രതയോടുകൂടി കൊണ്ടു നടക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തെയും വളരെ ഉത്സാഹത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഈ മനസ്സിന് മുകളിലുള്ള നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടമാകുമ്പോൾ ഈ മനസ്സ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു വലിയ പ്രയാസം നിറഞ്ഞ ഒരു സാഗരത്തിന് തുല്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. ഏതായിരുന്നു 5-ാമത്തെ ശ്ലോകം? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠസ്യ കർമ്മകൃത് കാര്യദേഹി അമശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. 3 ഗുണങ്ങളാണല്ലോ, സത്വം, രജസ്, തമസ്. ഈ ഗുണങ്ങളിൽ ഒരു സാധാരണ മനുഷ്യൻ ബന്ധിതനാണ്. അങ്ങനെ ഒരു മനുഷ്യനെവിടെ ജീവിതത്തിൽ പുരോഗതിയാണ് ആവശ്യമെങ്കിൽ ഓരോ നിമിഷവും അവൻ ബോധപൂർവം കർമ്മങ്ങളെ സദ്ഭാവനയോടുകൂടി ഊർജത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. ഒരു നിമിഷം പോലും മനസ്സിനെ ആലസ്യത്തിൽ നിലനിർത്തിക്കൊണ്ട് ചിന്തിക്കുവാൻ അനുവദിക്കരുത്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠസ്യ കർമ്മകൃത്. അങ്ങനെ നാം അനുവദിച്ചാൽ ഈ മനസ്സ് നമുക്കാവശ്യമില്ലാത്ത പലതരം മാർഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് ഓരോ നിമിഷവും ഊർജത്തോടുകൂടി സദ്ഭാവനയോടുകൂടി കർമ്മത്തിൽ ലയിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം സദാ. അങ്ങനെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ശരിയല്ല എന്നതിനെ വ്യക്തമാക്കുവാൻ വേണ്ടി ഭഗവാൻ അവിടുത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. 6-ാമത്തെ ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യഃ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ആരാണ് കർമ്മേന്ദ്രിയാണി സംയമ്യ, നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ വിശ്രമത്തിൽ നിലനിർത്തിക്കൊണ്ട് മനസ്സുകൊണ്ട് അനാവശ്യമായ ചിന്തകളിൽ മുഴുകി അസ്വസ്ഥനായിരിക്കുന്നത്? അങ്ങനെയൊരു വ്യക്തി ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. അങ്ങനെ തന്നെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ കപടനാണ്. 2 വരിയിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തീർക്കാമെങ്കിലും ഇതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൻ്റെ ഗഹനത വളരെ തീവ്രമാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കണം. നോക്കൂ, നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ഭാവന ചെയ്യും. നമ്മൾ ഹിമാലയത്തിലൂടെ, കേദാർനാഥിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല സന്യാസിമാരെയും കാണും. മണിക്കൂറുകളോളം ഇരുന്ന ആ ഇരുപ്പിൽ തന്നെ ഇരിക്കാൻ കഴിയുന്ന യോഗികളുണ്ട്. നമ്മൾ അത് കണ്ട് ആവേശത്തോടു കൂടെ എന്തായാലും എനിക്കും ഇങ്ങനെ ഇരിക്കാം എന്ന് കരുതി നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ മുറിയിൽ വാതിലടച്ച് പത്മാസനത്തിൽ അവരെ പോലെ കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കും. നമ്മൾ വിഡ്ഢികളാകും. കാരണം ഏതൊരു യോഗ്യത നേടിയതിനു ശേഷമാണോ അവർക്ക് ധ്യാനത്തിൽ മുഴുകാൻ സാധിക്കുന്നത്, ആ യോഗ്യത നേടാതെ നമ്മൾ അതിന് പരിശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? കാരണം നമ്മൾ നേരത്തെ കണ്ട യോഗികൾ ശരീരത്തെ അനക്കാതെ ഇരുത്തുമ്പോഴും അവരുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ടും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പൂർണ്ണ പ്രവർത്തനങ്ങളും അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനും അപ്പുറത്ത് സഞ്ചരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു സാധാരണ മനുഷ്യരായ നമുക്ക് ശരീരത്തെ അനക്കാതെ ഇരിക്കാൻ സാധിച്ചെന്ന് വരാം, പക്ഷേ നമ്മുടെ മനസ്സും ബുദ്ധിയും അതിൻ്റെ വഴിക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശരീരം വിശ്രമിക്കുമ്പോൾ മനസ്സിനും ബുദ്ധിക്കും വിശ്രമം ലഭിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഇരുത്തം ഇരുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ആത്മീയമായ പുരോഗതിയുടെ ഒരംശം പോലും ഉയരാൻ സാധിക്കില്ല എന്നിവിടെ ഭഗവാൻ വ്യക്തമായി പറയും. ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ ഇത്? ഇതേ കാര്യത്തെ ഇന്ന് ആധുനിക സൈക്കോളജിയും വളരെ അനുകൂലിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, മനസ്സിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ ചിന്തകൾ കൊണ്ടു നടന്നാൽ നമ്മൾ ശരീരം കൊണ്ടൊരു തെറ്റായ കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ ദോഷം ചെയ്യും നമുക്കത്. കാരണം ഇവിടെ തെറ്റുകാരൻ ശരീരമോ ഇന്ദ്രിയങ്ങളോ അല്ല, മനസ്സാണ്. മനസ്സിനെ നൽകിയ പരിശീലനമാണ്.
ഈ മനസ്സിന് ഒരു ചിന്തയെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുവാനുള്ള ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പതനത്തിന് കാരണമാണ്. മനസ്സിലായില്ലേ? ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? നമ്മൾ അവർക്ക് 5 വയസ്സ് മുതൽ കൃത്യമായ യോഗ കായിക പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞാൽ ഒരു 15 വയസ്സാകുമ്പോഴേക്കും ആരോഗ്യമുള്ളൊരു ശരീരം അവർക്ക് ലഭിക്കും. അതല്ല, ചെറുപ്പത്തിൽ തന്നെ ഒരു മൊബൈൽ ഫോൺ നൽകിക്കൊണ്ട് അവരെ ആലസ്യത്തിൽ നിലനിർത്തിയാൽ 15 അല്ല 20, 30, 40 വയസ്സ് കഴിഞ്ഞാലും ചെറുപ്പകാര്യങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. ശരിയല്ലേ? ഇത് മനസ്സിൻ്റെ അവസ്ഥയാണിത്. എന്താണോ പരിശീലിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള കർമ്മമല്ലേ ഈ മനസ്സിന് ചെയ്യാൻ സാധിക്കൂ. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയും അനുഷ്ഠാനത്തോടും കൂടി സാധന ചെയ്യുന്നൊരു മനസ്സ്, ആ മനസ്സിൽ രൂപപ്പെടുന്ന ഓരോ നിമിഷത്തിലെ ചിന്തകളെയും നിരീക്ഷിച്ചു നോക്കിയാൽ ആ ചിന്തകൾ ഒരു ശക്തിയുടെ പ്രഭാവത്തിൽ പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥമാകും. ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ. നിരന്തരമായി സാധന അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന്, ആ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഈ സാധനയുടെ ശക്തി കാരണം സാത്വികവും നന്മയും നിറഞ്ഞ ചിന്തകളായിരിക്കും. അതിൽ മറ്റുള്ളവരുടെ ഉദ്ധാരണം അതിലടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഒരു അനുഷ്ഠാനവുമില്ല, തനിക്ക് തോന്നിയ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലെ ഓരോ ചിന്തകളെയും എടുത്തു നോക്കിയാൽ ആ ചിന്തകൾ കേവലം സ്വാർത്ഥതയിൽ അടങ്ങി നിൽക്കും. അതിൽ അവനവൻ്റെയോ സമൂഹത്തിൻ്റെയോ പുരോഗതി ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ ഒരേയൊരു തവണ നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ ദിശ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ദിശ തിരിച്ചുവിടുക കുറച്ച് പ്രയാസമാണ്. കാർ ഓടിക്കുന്നൊരു വ്യക്തിക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും കാറിനെ കൊണ്ടുപോകാം. എന്നാൽ ആ കാറിന് തീരുമാനിക്കാൻ സാധിക്കുമോ ഞാൻ ഏത് ദിശയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന്? ഇതുപോലെ ശരീരത്തിന് ഇവിടെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ മാത്രം സാധിക്കും. എന്നാൽ ഈ മനസ്സിലെ ചിന്തകൾ ഏത് രീതിയിലാകണമെന്ന് തീരുമാനിക്കുന്നതാരാണ്? ശരീരമല്ലല്ലോ, മനസ്സ് തന്നെയാണ്. അങ്ങനെ സുഖം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സുഖം ലഭിക്കുന്ന വസ്തുവിന് പിന്നാലെ, അത് ഏത് വസ്തുവായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തികൾക്ക് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സുഖം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എന്നാൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇവിടെ എന്ത് ചെയ്യും? അവൻ ചിന്തിക്കും, ഞാൻ സുഖത്തിനു വേണ്ടി എന്തിനെയാണ് ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ സുഖത്തിന് പിന്നാലെ മാത്രം പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ദുഃഖത്തെ ആഗ്രഹിക്കാത്തത്? ദുഃഖം നമുക്ക് ആർക്കും ആവശ്യമില്ല. സുഖവും സന്തോഷവും മാത്രമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. എന്താണ് തിരിച്ചറിയാൻ? ഞാനൊരു അടിമയാണ് എന്ന്, എൻ്റെ മനസ്സിലെ സ്വഭാവത്തിനും എൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്കും അടിമയാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആ കാരാഗ്രഹത്തിൽ ആ മനസ്സകപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പുറത്തു കടക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അങ്ങനെ ഭഗവാൻ ഇത് തിരിച്ചറിയുന്നത് കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് അവനവനിൽ നിന്നും അവനവനെ രക്ഷിക്കുവാൻ ഏറെ പ്രയാസമാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.